SSK ഫണ്ടിലെ കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് വീണ്ടും കത്തയച്ചു വിദ്യാഭ്യാസ വകുപ്പ്. പ്രപ്പോസൽ സമർപ്പിച്ചിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. കുടിശ്ശിക ഇനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത് 1158 കോടി രൂപയാണ്. ഗോപാൽ ശീലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, ആദ്യം മുതലേ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്, ഈ SSK ഫണ്ട് അടക്കം തടഞ്ഞുവെക്കുന്നത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു. ഇതിൽ അങ്ങനെയാണ് ഒപ്പിടുന്നതിലേക്ക് എത്തിയത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് അത് മരവിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. ആദ്യ ഗഡു ലഭിച്ചിരുന്നു, പക്ഷെ പിന്നീടാണ് മരവിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്, ഇങ്ങനെ വീണ്ടും കത്തയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ PM ശ്രീ മരവിപ്പിച്ചത് തന്നെ ഒരു തിരിച്ചടിയാണെന്നുള്ള വിലയിരുത്തലാണോ കാര്യങ്ങൾ? അത്തരം വിലയിരുത്തലിലേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷേ എങ്കിൽ പോലും SSK ഫണ്ട് കിട്ടാത്തത് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ആദ്യഘട്ടത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തയ്യാറായപ്പോഴാണ് SSK ഫണ്ടിന്റെ ആദ്യ ഗഡു റിലീസ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി 456 കോടി രൂപ അനുവദിക്കുമെന്നും ആദ്യ ഗഡുവായിട്ടുള്ള 92.41 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ കത്ത്, അതായത് പദ്ധതി മരവിപ്പിക്കുകയാണ് എന്ന് കാട്ടി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം കത്ത് കൈമാറിയത്. കത്ത് കൈമാറിയതിന് ശേഷം പിന്നീട് രണ്ടാമത്തെ ഗഡു ചോദിച്ചുകൊണ്ട് SSK വഴി സംസ്ഥാനം ഒരു പ്രപ്പോസൽ കേന്ദ്രത്തിന് അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ പ്രപ്പോസലിൽ ഇതുവരെയും മറുപടിയോ നടപടിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പ്രപ്പോസൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്, അത് കിട്ടാത്ത പശ്ചാത്തലത്തിൽ വലിയ ബുദ്ധിമുട്ട് സംസ്ഥാനത്ത് നേരിടുന്നു എന്ന് കാട്ടിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ SSK വഴി സംസ്ഥാനം ഒരു കത്ത് വീണ്ടും അയക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് ഭിന്നശേഷി കുട്ടികളുടെ പഠനം, അതുപോലെ തന്നെ ഉച്ചഭക്ഷണം, അതുപോലെ തന്നെ യൂണിഫോം അടക്കമുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ അവതാളത്തിൽ കിടക്കുകയാണ്. SSK ജീവനക്കാരുടെ ശമ്പളം അടക്കമുള്ള, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ ശമ്പളം അടക്കമുള്ള പ്രധാനപ്പെട്ട പല കുടിശ്ശികകളും ഇപ്പോഴും ഒരു വശത്തായി നിലച്ചു കിടക്കുന്നു. അതിൽ പരിഹാരം കാണണമെങ്കിൽ ഈ SSK ഫണ്ട് അനുവദിച്ചേ മതിയാകൂ എന്ന് കാട്ടിക്കൊണ്ടാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. മൊത്തം 1158 കോടി രൂപയാണ് ഇനി സംസ്ഥാനത്തിന് കുടിശ്ശികയായി കിട്ടാൻ. 2022, 23, 24, 25, 25, 26 വർഷങ്ങളിലെ കുടിശ്ശികയായി മൊത്തത്തിൽ കിട്ടാനുള്ളത്. ആ ഫണ്ട് ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയതാണ്. ആ ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഒരു കത്തയക്കാൻ സംസ്ഥാനത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള, ഗഡു ഫണ്ടിന് വേണ്ടിയിട്ടുള്ള കത്തയക്കുമ്പോഴും SSKയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് ഇത് കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഫണ്ട് ലഭിക്കാനുള്ള അടുത്ത ഘട്ട ശ്രമം എന്ന നിലയ്ക്ക് ഒരിക്കൽ കൂടി കത്തയക്കുകയാണ്. ഇതിനിടയിൽ ഈ ഫണ്ട് ഈ പദ്ധതി മരവിപ്പിച്ചു എന്ന് കാട്ടി സംസ്ഥാനം കത്ത് നൽകിയതിനു ശേഷം ഒരിക്കൽ കൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് കണ്ടിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ വി ശിവൻകുട്ടി പ്രധാനമായിട്ടും ഉന്നയിച്ച ആവശ്യം SSK ഫണ്ട് റിലീസ് ചെയ്യണം, അത് തടഞ്ഞു വെച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത് എന്ന ആവശ്യമായിരുന്നു. ആ ആവശ്യത്തോട് അന്ന് കാര്യപ്പെട്ട രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പോലും അവസാനഘട്ട പ്രതീക്ഷ എന്ന നിലയ്ക്ക് വീണ്ടും ഒരിക്കൽ കൂടി കത്തയക്കാനാണ് ഇപ്പോൾ സംസ്ഥാനം തയ്യാറായിരിക്കും. ഗോപാൽ ശീലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.